മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കുരുക്കുമുറുകുന്നു. മാസപ്പടി കേസിലെ കുറ്റപത്രം ഇഡിക്ക് കൈമാറുകയാണ്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7-ൽ SFIO സമർപ്പിച്ച കുറ്റപത്രമാണ് ഇതോടെ ഇഡിക്ക് കിട്ടുക. എന്തായാലും കുറ്റപത്രം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇഡി നടപടികളിലേക്ക് കടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ SFIO കണ്ടെത്തിയാലും ഇഡിക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതലയുള്ളത്. കേസിൽ PMLA, FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനിയടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഇഡിക്ക് വളരെ പെട്ടെന്ന് തന്നെ കടക്കാൻ കഴിയും. ഇതുകൂടാതെ അറസ്റ്റിനും സാധ്യതയുണ്ട്. അതിനാൽ വീണ വിജയൻ തന്ത്രങ്ങൾ മെനയുകയാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വീണയെ തൽക്കാലം പിണറായിയും റിയാസും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം. SFIO നടപടികളെ ഡൽഹി ഹൈക്കോടതിയിലും തടയാത്ത സാഹചര്യത്തിൽ വീണ വിജയന് തുടർന്നുള്ള ദിവസങ്ങൾ ഏറെ നിർണായകം തന്നെയാണ്. ഈ മാസം 21-ന് കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് തന്നെ വീണയെ എങ്ങനെ കൊടുക്കാം? ഇതിനുള്ള സാധ്യതയാണ് ഇഡി ഇപ്പോൾ തേടുന്നത്. അതിനാൽ തന്നെ ഇതിനു മുൻപ് ഇഡിക്ക് കുറ്റപത്രം കിട്ടുന്നത് വീണയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങിയാകും ഇത്തരം നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇഡി കേസ് ഉറപ്പ് തന്നെയാണ്. മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്താകാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസ് അതീവ ജാഗ്രതയിലാണെന്നാണ് മറ്റൊരു വിവരം. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇഡി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ MJ സന്തോഷ് മുഖേനയാണ് കുറ്റപത്രത്തിനായി അപേക്ഷ നൽകിയത്. 1 വർഷം മുൻപാണ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇഡി CMRLന് നോട്ടീസ് നൽകിയതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തതും. കൂടാതെ CMRL ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കേസെടുക്കാതെ തന്നെ നടപടികൾ തുടരാൻ ഇഡിക്ക് കഴിയും. ഇതിനൊപ്പം CMRL കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ECIR റദ്ദാക്കി കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ആലോചനകൾ തുടരുന്നുണ്ട്. വീണ വിജയനെതിരായ തെളിവുകൾ വിലയിരുത്തിയാകും ഇതിൽ തീരുമാനം എടുക്കുക. കുറ്റപത്രം പരിശോധിച്ച ശേഷം വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. സമയം കളയാതെ കുറ്റപത്രം കൈപ്പറ്റി തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യം. SFIയുടെ അന്വേഷണത്തിൽ കമ്പനികാര്യ ചട്ടത്തിലെ 447 വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്നാണ് ഇഡി എന്ന് കണ്ടെത്തിയത്. ഇതിന്റെ ചുവട് പിടിച്ച് ഇഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും. CMRL എക്സാലോജിക് ഇടപാടിൽ 1 വർഷം മുൻപ് ഇഡി ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ കുറ്റകൃത്യം സംബന്ധിച്ച കേസില്ലാത്തതിനാൽ അന്വേഷണം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. അതേസമയം SFIO കേസിൽ വീണയ്ക്ക് സമൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുറ്റപത്രത്തിനെതിരായ നിയമ നടപടികൾക്ക് സാങ്കേതികമായ ചില തടസ്സങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വീണയ്ക്ക് സമൻസ് കിട്ടിയില്ലെങ്കിലും ഇഡിക്ക് കുറ്റപത്രം കിട്ടുകയും ചെയ്യുന്നു. ഇതോടെ ഇഡി വീണയെ പ്രതിയാക്കി ഉടൻ കേസെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ വീണ അതിവേഗം തന്നെ മുൻകൂർ ജാമ്യം എടുത്തേക്കാം. ഇവിടെ ഇഡി എടുക്കുന്ന നിലപാടാണ് നിർണായകമാകുന്നത്. പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കുറ്റപത്രം കോടതി സ്വീകരിച്ചത്. സെഷൻസ് കേസാക്കി നമ്പർ ഇടുകയാണ് അടുത്ത നടപടി. ശേഷം 1-ാം പ്രതിയായ CMRL MD ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ T വീണ വരെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ഇതിൽ 4 പ്രതികൾ 4 കമ്പനികളാണ്. ഈ സമൻസ് കിട്ടിയിരുന്നുവെങ്കിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടികൾ വീണയ്ക്ക് തുടങ്ങാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സമൻസ് ഇല്ലാതെ ഇതിലൊരു പടി മുന്നോട്ട് പോകാൻ വീണയ്ക്ക് കഴിയില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന പ്രധാന നിയമ വെല്ലുവിളി. ഇതിനിടെ വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയാണെന്നും SFIO അന്വേഷണ വിലയിരുത്തലുകളുണ്ട്. ഈ സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കാൻ CBIയും എത്തിയേക്കാം. അങ്ങനെ CBI അന്വേഷണം എത്തിയാൽ അത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും നീളും. ഈ ഘട്ടത്തിൽ പിണറായിയെയും മകളെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്.